ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. സൗത്ത് പാർട്ട് ഓഫ് മലമ്പുഴ ഡാമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. എത്ര ദിവസം നേരം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ ബാക്കിൽ അജയ്, പിന്നെ താണ്ട് എൻ്റെ ഹലോ എക്സ്ക്യൂസ് മീ, താങ്കൾ എവിടെ ഉണ്ടോ? ഇല്ല, ബാക്കിൽ ഒരുത്തിയുണ്ട് വീഡിയോ കാണുക. പിന്നെ ജിത്തു ഹരി മാറിപ്പോയി, ജിത്തു ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ പ്ലേസിലോട്ട് ഞാനും പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാനും ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ അടിപൊളിയാണെന്നാണ് പറയുന്നത്. കവ പോലെ തന്നെയാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഹാർഡ്ലി ഒരു 4-5 കിലോമീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ 5 or 6 കിലോമീറ്റേഴ്സ് ആ റോഡിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരുമ്പം സൈഡിലായിട്ട് തന്നെ നമ്മുടെ ഡാമിൻ്റെ മലമ്പുഴ ഡാമിൻ്റെ ബാലൻസ് കാണും. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നൈസായിട്ട് നടക്കാനായിട്ടുള്ള കുറേ സ്ഥലമുണ്ട്. ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് തോന്നുന്നു ആ സെൻട്രൽ ഐലാൻഡ് പോലുള്ള സ്ഥലത്ത് പോയി നിൽക്കാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളും അങ്ങോട്ടാണ് നടക്കുന്നത്. നല്ലൊരു നൈസ് സ്പോട്ടാണ്, വൈകിട്ട് പ്രോപ്പർ സ്പോട്ട് ഫോർ ഈവനിങ് വാക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് കടയുണ്ട്. ആ കടയുടെ അവിടെ നിന്ന് നൈസായിട്ട് 2 നെല്ലിക്കയും വാങ്ങിച്ച് ഇടിച്ചിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ നമ്മളെപ്പോലെ തന്നെ കുറേ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കാര്യം ഫോട്ടോസിന് പറ്റിയൊരു സ്പോട്ടാണിത്. സോ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മല, ഇത് ഫുൾ ആൻഡ് ഫുൾ ഈ വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു പാസ്സാണിത്. വന്നിട്ട് എവിടെയാണ് കളിച്ച് പറ ആ എന്താ ഇവിടെ ക്രിക്കറ്റ് കളിച്ചാണ്, പിച്ചായിട്ട് ക്രിക്കറ്റ് കളിച്ചാണ് 2 ദിവസം മുന്നേ വന്നിട്ട്. ഇപ്പം മഴ പെയ്തതുകൊണ്ട് ചെറുതായിട്ട് നനവുണ്ട്. ബൗണ്ടറി ലൈൻസൊക്കെ വെച്ചത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തള്ളാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇവിടെ വീട് അടുത്തായതുകൊണ്ട് എവിടെ വേണമെങ്കിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാം. പോവില്ല. അത്രേ ഉള്ളൂ. ഇതായിട്ട് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. ഒന്ന് ഹരി പറഞ്ഞു തന്നാൽ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ഇത്ര പുലി കയറുക. പക്ഷേ അതിനെ അങ്ങോട്ട് എങ്ങനെയാണ് കയറണമെന്ന് അറിയത്തില്ല. ബട്ട് ഫോട്ടോസൊക്കെ വരുമ്പം അതിൻ്റെ മേലെ വണ്ടിക്ക് ഏറ്റവും മുകളിലായിട്ട് പുലി നടക്കുന്നതായിട്ടൊക്കെയാണ് പേപ്പറിലൊക്കെ വരിക. കരിമ്പുലി അതും കരിമ്പുലിയാ, അടിപൊളി. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ബിവെയർ, അങ്ങോട്ടാണ് കരിമ്പുലി വരിക. സ്ഥലം എങ്ങനെയുണ്ട് തോന്നോ? എന്താ കൈ ഇങ്ങനെ കാണിച്ചാൽ നന്നായിട്ടായിരുന്നു പറയാം. നമ്മൾ ഇതാണ്ട് ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കണം. ഇവിടെ അധികം ആഴമില്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു ആഴം മാത്രമായിരിക്കും തോന്നുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആഴം കൂടുതലാണ്. പക്ഷെ ഇവിടെ എന്താ വെള്ളം ഇത്രയേ ഉള്ളൂ. അപ്പം അതിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാം. അത്യാവശ്യം ദൂരം വരെ നടക്കാതെ തോന്നുന്നുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും നമ്മൾ സൂക്ഷിച്ച് നടക്കുക. എപ്പോഴാണ് ഡിപ്പ് ഒരു സ്ലോപ്പ് പോലെ താഴോട്ട് പോകാമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്.
അപ്പോൾ ഈ പ്ലേസ് വളരെ അടിപൊളിയായിട്ടുണ്ട്. അതായത് ഒരു വൺ ഡേ ട്രിപ്പായിട്ടല്ല, ഒരു കുറച്ച് നേരത്തേക്ക് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഒരു 1 hour 2 hour കുറച്ച് നേരം കാമായിട്ട് പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ദൂരമല്ല. നമ്മൾ മലമ്പുഴ വരുവാണെങ്കിൽ മലമ്പുഴയിൽ കണ്ടു തീർന്നിട്ട് അവിടുന്ന് ഒരു 5-6 kilometers, ഒരു 10-15 minutes ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എത്താവുന്നതേ ഉള്ളൂ. സോ ഈ പ്ലേസ് എന്തായാലും വന്നൊന്ന് വിസിറ്റ് ചെയ്യാം. ഇത് സദൺ പാർട്ട് ഓഫ് മലമ്പുഴയാണ്. മലമ്പുഴ ഡാമിൻ്റെ പിന്നിലാണിത്. കണ്ട ഒരാൾ വെള്ളത്തിൻ്റെ നടുക്ക് കയറി നിൽക്കുന്നുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് പോലെയാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. വെള്ളം തെറിപ്പിക്കലടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പം മറക്കണ്ട. ഈ സ്ഥലത്തോട്ട് എന്തായാലും വരിക. നിങ്ങൾക്ക് ഈ സ്ഥലത്തോട്ട് വന്ന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഒരു 1/2 hour 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.